CBSE 8th സ്റ്റാൻഡേർഡ് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ കോമ വൈ സെഡ് കോമ സെഡ് എക്സ്. അപ്പോൾ ഇവിടെ എക്സ് രണ്ടെണ്ണുണ്ട്, വൈ രണ്ടെണ്ണുണ്ട്, സെഡ് രണ്ടെണ്ണുണ്ട്. അതുകൊണ്ട് ആൻസർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 9x - 3 is equal to 4x plus 7. 9x minus 3 is equal to, അപ്പോൾ 9x minus 3 is equal to 4x plus 7 ആണ്. 4x നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 9x minus 4x is equal to 7 minus 3 റൈറ്റ് സൈഡിൽ പോകും. 7 plus 3 10. 9x minus 4x is equal to 5x. 5x is equal to 10, x is equal to 10 by 5 is equal to 2. Answer is option C. Next question, value of 3 raised to minus 1 plus 4 raised to minus 1 plus 5 raised to minus 1 all raised to 0. All raised to 0 എന്ന് വന്നുകൊണ്ട് answer is equal to 1. Option D. Next question, which of the given numbers is not perfect square? Which of the given number is not a perfect square? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത 5 യൂണിറ്റ് ഡിജിറ്റിൽ 5 വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്കറിയാം 5 × 5 25 അപ്പോൾ യൂണിറ്റ് ഡിജിറ്റിൽ 5 വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 2 വന്നാൽ അതൊരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 9 വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 3 × 3 9 ആണ്. 7 × 7 9 ആണ് യൂണിറ്റ് ഡിജിറ്റ്. അതേപോലെ 6 വന്നാൽ 4 × 4 16, 6 യൂണിറ്റ് ഡിജിറ്റ് വരും. 6 × 6 36. അപ്പോൾ 2 ഒരിക്കലും വരില്ല. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 raised to minus 1 into 2 raised to minus 1 into 6 raised to minus 1 is equal to, അപ്പോൾ 5 raised to minus 1 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഇൻറ്റു 2 raised to minus 1 എന്ന് പറയുമ്പോൾ 1/2 ആണ്. ഇൻറ്റു ദെൻ 6 raised to minus 1 എന്ന് പറയുമ്പോൾ 1/6 ആണ്. അപ്പോൾ 1/5 into 1/2 is equal to 1/10 into 1/6 is equal to 1/60. Answer is option A, 1/60. Next question, the standard form of 0.00 ഇവിടെ 0 എന്ന് എണ്ണി നോക്കാം. നമുക്ക് 1.57ലേക്കാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ 1ലേക്ക് വരുന്നവരെ എത്ര എണ്ണം ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 1.57 ഇൻറ്റു 10 raised to 10 ഉണ്ടോ? ഓക്കെ, 1.57 into 10 raised to minus 10. Okay. Answer is 1.57 into 10 raised to minus 10. Then find the common factor of 6abc and 24ab square. ഇവിടെ 6abcയിൽ 24ൽ 6 കറക്റ്റായിട്ട് പോകും. അപ്പോൾ 6abനെ നമുക്ക് പുറത്തേക്ക് എടുത്താൽ 6ab ഇൻറ്റു ഇവിടെ കിട്ടുന്നത് c പ്ലസ് 6 × 4 24, c പ്ലസ് 4b സ്ക്വയർ ആണ്. c 4b ആണ്. അപ്പോൾ 6ab ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ. ആൻസർ ഈസ് 6ab. ദെൻ ദ ഫാക്ടേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് 8x പ്ലസ് 8y ആർ. അപ്പോൾ ഇതിന് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ എന്ന് നമുക്ക് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അതേപോലെ 8x പ്ലസ് 8y നമുക്ക് പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു x plus 8 into x plus y. x plus 8 into x plus y. Answer is option A. Then 1 meter cube is equal to dash centimeter cube. അപ്പോൾ 1 meter cube എന്ന് പറഞ്ഞാൽ എത്ര? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 meter cube എന്ന് പറയുമ്പം 100 × 100. 1 മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 × 100. 1 meter cube എന്ന് പറയുമ്പം 100 × 100 × 100 is equal to 1ൻ്റെ കൂടെ 6 zeros. 1ൻ്റെ കൂടെ 6 zeros. Option D. Answer is option D. Okay. If you like this video, please like, share and subscribe. Thank you.